കാണാം നമുക്ക് ഒരു ദീർഘദൂര ഓട്ടം, മലയോരത്തിലൂടെ ഉള്ള ഒരു ഓട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ആദ്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. കുട്ടിക്കാനം മുതൽ ഒരു വലിയ ഹിൽവേ റൺ നടക്കാൻ പോവുകയാണ്. അതും സുന്ദരമായ ഒരു ഹൈവേ റൺ. മിലിന്ദ് സോമൻ എന്ന വളരെ പ്രശസ്തനായ ദീർഘദൂര ഓട്ടക്കാരനാണ്. എന്നാൽ കുട്ടിക്കാനം കട്ടപ്പന റോഡ് ഹിൽവേയിലേക്ക് ഓടാൻ വേണ്ടി കുറേ മനുഷ്യരെത്തുന്നു. അതേ കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ച പ്രേക്ഷകർ കാണുന്നു. ഇതാ ഓട്ട മത്സരം തുടങ്ങുകയാണ്. മനോഹരമായ റോഡിലൂടെ കിഫ്ബിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹിൽ ഹൈവേ റൺ കുട്ടിക്കാനം മരിയൻ കോളേജ് ഗ്രൗണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. ബോളിവുഡ് താരവും ദീർഘദൂര ഓട്ടക്കാരനുമായ മിലിന്ദ് സുമനും ഇടുക്കിയിലെ മലയോര ഹൈവേയിൽ ഇന്ന് ഓടാനിറങ്ങുന്നുണ്ട്. അതാ നോക്കൂ, ഇടുക്കി ഒന്നാകെ ഈ മനോഹരമായ പാതയിലൂടെ കിഫ്ബിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിൽ ഹൈവേ റണ്ണിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. കുട്ടിക്കാനം മുതൽ കട്ടപ്പന ചപ്പാത്ത് വരെയുള്ള ഭാഗത്താണ് ഓടുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളുടെ റോഡുകൾ എത്രമാത്രം മാറിയിരിക്കുന്നു എന്നുള്ളത് കൂടി മാലോകരെ കാണിക്കുക ഈ ഓട്ടത്തിൻ്റെ ഒരു ദൃശ്യമാണ്. ഈ ഓട്ടത്തിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാണ്. പ്രേക്ഷകർക്ക് കാണാം, സുന്ദരമായ റോഡിലൂടെ ഹിൽ ഹൈവേയിലൂടെ ഓടുന്ന കാഴ്ച. ഒരു പക്ഷേ അരിക്കൊമ്പനെയൊക്കെ കൊണ്ട് കേരളത്തിലെ മൂന്നാറിലെ ആ യാത്ര പ്രേക്ഷകർ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടാവും. സുന്ദരമായ യാത്രയാണ്. കേരളത്തിലെ റോഡുകൾ ഇത്രമേൽ മാറിയോ എന്ന് എല്ലാവർക്കും തോന്നലുണ്ടാക്കിയത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മരിയൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയ ഹിൽ ഹൈവേ ആണ്. മനോഹരമായ ഈ മലനിരകൾക്കിടയിലൂടെ ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന മനോഹരമായ ഹിൽ ഹൈവേ നിർമ്മിച്ചത് കിഫ്ബിയാണ്. 2017 203 കോടി രൂപയുടെ 203 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം ആരംഭിച്ചത്. മനോഹരമായ മലയോര ഹൈവേയിലൂടെ മിലിന്ദ് സോമനും സംഘവും ഓടുകയാണ്. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മലനിരകൾക്കിടയിലൂടെ ഒരു വെള്ളിക്കുലിസ് പോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന മലയോര ഹൈവേയുടെ ദൃശ്യങ്ങളാണ് ഹിൽ ഹൈവേ റണ്ണിൽ പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട്. ഇപ്പോൾ രാഹുൽ ഓടുന്നുണ്ടോ മിലിന്ദ് സോമനോടൊപ്പം? എങ്ങനെയുണ്ട് ഓട്ടം? രാവിലെ തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ്. മല കയറിയുള്ള ഓട്ടമാണ്. കിഫ്ബിയുടെ നേതൃത്വത്തിലാണ് ഈ ഓട്ടം. നമ്മുടെ മലയോര പാതകൾ എത്രമാത്രം വികസിച്ചു എന്ന് മാലോകരെ കാട്ടിക കൂടിയാണ് ഈ ഓട്ടത്തിന് ലക്ഷ്യമായി കരുതുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിനും കൂടെ ഓടുന്നുണ്ടോ രാഹുൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഏറെ അഭിമാനത്തോടെ ഏറെ സന്തോഷത്തോടെയാണ് ഈ ഹൈവേ അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മലയോര ജനതയുടെ ചിരകാല സ്വപ്നം കൂടിയായിരുന്നു ഈ മലയോര ഹൈവേ എന്നുള്ളത്. അരുണിന് അറിയാം, പണ്ട് കാലത്ത് ഈ മലയോര മേഖലയിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള യാത്രാ ദുരിതം ആളുകൾ അനുഭവപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് വിവിധ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ അത് സർക്കാരിനെ സമീപിക്കുകയും 2017 കിഫ്ബി അതിന്റെ ഡ്രീം പ്രൊജക്റ്റായി ഈ പദ്ധതി മുന്നോട്ട് വെക്കുകയും ചെയ്തത്. രൂപ ചെലവിലാണ് ഈ പദ്ധതി. ഈ ഹിൽ ഹൈവേ റണ്ണിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ ഒരു നായ. അതെ 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 ആളുകളെ ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ലക്ഷ്യം അരുൺ. അതായത് ഈ കാണുന്നത് തൊട്ടടുത്തേക്ക് എത്തും, അത് നടക്കും, വേണമെങ്കിൽ നേരെ നിൽക്കും. ആ നായെ പോലെ തന്നെ നായ ചെയ്യുന്ന എങ്ങനെയാണോ അത് അതുപോലെ തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി അരുൺ കാണിച്ചു തരാം. അതിന്റെ കൺട്രോളർ തൊട്ടടുത്തുണ്ട്. കണ്ടോ, ഈ കാണുന്ന പോലെ വിവിധ രീതിയിൽ പല രൂപത്തിൽ ഭാവത്തിലൊക്കെയാണ് ആ നായയും ഇതിന് ഒപ്പം അണിചേരുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും മിലിന്ദ് സോമനൊപ്പം നമുക്ക് ഓടിയെത്താൻ സാധിക്കില്ല അരുൺ. എന്തായാലും ഈ പദ്ധതി അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്, അതിന്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തുകയാണ്. എന്താണെങ്കിലും 40 കിലോമീറ്റർ ആണ് ഓടുന്ന മനുഷ്യരിൽ. ചില ആളുകളൊക്കെ ഇരുന്നു തുടങ്ങി, ചില ആളുകളൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു തുടങ്ങി. ചെറിയ ഓട്ടമല്ല, ഹിൽ ഹൈവേ ആണ്. ചെറിയ നോക്കൂ, ധാരാളം ആളുകൾ, ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ ഹിൽ ഹൈവേക്ക് വരികയാണ്. മനോഹരമായ പാതയിലൂടെ ഈ മലയോര ഓട്ടക്കാർ ഓടാനിറങ്ങുകയാണ്. മിലിന്ദ് സോമൻ അടക്കമുള്ളവർ ഹിൽ ഹൈവേ റണ്ണിൽ പങ്കെടുക്കുന്നു. രാവിലെ വെയിൽ വരുന്നതിന് മുമ്പുള്ള മനോഹരമായ കാലാവസ്ഥ. രാഹുൽ, സുന്ദരമായൊരു കാലാവസ്ഥയിലാണ്. അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ തേയിലത്തോട്ടത്തിന് നടുവിലൂടെ കിടക്കുന്ന മനോഹരമായ പാത ആ ഹിൽ ഹൈവേയിലൂടെയുള്ള ഓട്ടമാണ്. പ്രത്യേകിച്ച് ആകാശ കാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച. മിലിന്ദ് സോമൻ അടക്കമുള്ളവർ ഈ യാത്രയിൽ പങ്കുചേരുന്നുണ്ട്. മരിയൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ആ യാത്ര ഇപ്പോൾ കുട്ടിക്കാനത്ത് നിന്ന് ആരംഭിച്ചിരിക്കുന്നു. കട്ടപ്പന വരെയാണ് ഇടുക്കിയിലെ മലയോര ഹൈവേ മാരത്തോൺ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നഗരങ്ങളിലൊക്കെ ഈ മാരത്തോൺ ഒരു വലിയ ഫാഷനായി വന്നിട്ടുണ്ട്. പല സംഘടനകളും മാരത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട്, പല പേരുകളിൽ അതറിയപ്പെടുന്നുണ്ട്. അതൊക്കെ വളരെ സുന്ദരമായ കാഴ്ചകളാണ്. ഇതിനൊരു പ്രത്യേകത കൂടിയുള്ളത്, എങ്ങനെയാണ് നാട് മാറുന്നത് എന്നുള്ളത് നാട്ടുകാരെ കാണിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഇതിനു പിന്നിലുണ്ട്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ മലയോര ഹൈവേയുടെ മനോഹാരിത
പ്രത്യേകിച്ച് അപ്പുറവും ഇപ്പുറവും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ മനോഹരമായ പാത കിടക്കുന്നു. ആ പാതയിലൂടെ കേരളക്കര ഓടുകയാണ്. ഇത് ടൂറിസത്തിൻ്റെ മേഖലയിലൊക്കെ വലിയ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊന്നുമല്ല, പകരം നല്ല മിനുസമാർന്ന റോഡുകൾ. ആ റോഡുകളിലൂടെ കുറച്ച് ചെറുപ്പക്കാർ ബൈക്കിൽ, കുറച്ച് ചെറുപ്പക്കാർ ഓടുന്നു. മിലിന്ദ് സോമനുണ്ട്. കിഫ്ബിയുടെ നേതൃത്വത്തിലാണ് ഈ ഹിൽ ഹൈവേ റൺ നടക്കുന്നത്. 203 കോടി 36 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മലയോര ഹൈവേയുടെ സമ്പൂർണ്ണമായ സ്ട്രെച്ച് പൂർത്തിയായതിനെ തുടർന്നാണ് ഇപ്പോൾ ഹിൽ ഹൈവേ റൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. രാഹുലുണ്ട്. രാഹുലും കൂടെ ഓടുകയാണോ? തളർന്നെന്ന് തോന്നുന്നു. മിലിന്ദ് സോമൻ്റെ ഒപ്പം ഓടിപ്പിടിക്കാൻ ചില ആളുകൾക്ക് പറ്റൂല. നമ്മളതിന് ശ്രമിക്കേണ്ട. നമുക്ക് കാറിലൊക്കെ കയറി വേണമെങ്കിൽ കുറച്ച് ദൂരം ഓടാം. മറ്റുള്ളവർ അല്ലാതെ ഓടിക്കോട്ടെ. ഡോക്ടറും നമ്മൾ ഓടി എന്തായാലും ഇൻഫോടൊപ്പം എത്തില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും നമ്മൾ വാഹനത്തിൽ അതിനെ പിന്തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. അതിന് സൂചിപ്പിച്ച പോലെ തന്നെ നല്ല കുപ്പിച്ചില്ല് പോലത്തെ റോഡാണ്. ആരും കൊതിക്കുന്ന ഒരു റോഡാണ്. തേയിലക്കാടുകൾക്ക് നടുവിലൂടെയാണ് ആ റോഡ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. 2017 ഭരണാനുമതി ഈ പദ്ധതിക്ക് ലഭിക്കുന്നത്. പിന്നീട് ഇപ്പോൾ ഏതാണ്ട് 8 വർഷം കൊണ്ടാണ് 40 കിലോമീറ്റർ ആ റോഡ് പൂർത്തിയാവുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ അപ്പോൾ സുന്ദരമായ ആ ഓട്ടം തുടരട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ ഓട്ടത്തിന്റെ മറ്റു കാഴ്ചകൾ വരുന്ന ബുള്ളറ്റിനുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറയാൻ വന്നത്, ഈ സുന്ദരമായ ഓട്ടത്തിൽ നമ്മൾ തുടങ്ങിയതിന് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മലയോര പാത എങ്ങനെ മാറി എന്നുള്ളത് ലോകത്തെ അറിയിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത്യാവശ്യം എക്സസൈസ് ഒക്കെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണെന്നേ. മനസ്സിൽ ഇങ്ങനെ മുരടിച്ചിരിക്കാതെ, ഏതെങ്കിലും ഒരു മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ റീലുകൾ നോക്കി തോണ്ടിയിരിക്കാതെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക, മനോഹരമായ കാറ്റേറ്റ് നല്ല വായു ഒക്കെ ശ്വസിച്ച് നല്ല പാതയിലൂടെ ഓടുക.